ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് വ്ലോഗ്സ്. ഇന്ന് നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നേ. മഴയൊക്കെ കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം ചെടികളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികളിരിക്കുന്നു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ എനിക്കിന്നൊരു താമരപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. എനിക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ചക്ക അട ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചക്കയട ഉണ്ടാക്കാനായിട്ട് ചക്കപ്പഴം നല്ലതുപോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാവേ, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ്, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ആ നെയ്യ് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവില്ല. അത് നന്നായിട്ട് ഒന്ന് വഴറ്റണം. കുറുകി വരുന്ന ആ സമയത്ത് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ അതിങ്ങനെ കുറുകി വരും. ആ സമയത്ത് അതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4 കട്ട ശർക്കര ഉരുക്കിയതാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരമാവും, പെട്ടെന്നാവും. ചൂടാവുമ്പോൾ തന്നെ അതിങ്ങനെ കുറുകി വരും. ആ കുറുകുന്ന സമയത്തിന് നമുക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഏലക്ക അതും പൊടിച്ച് വയ്ക്കാം. അത് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ 1/2 മുറി ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയും ചേർത്തിട്ട് വീണ്ടും നമ്മളിതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ആവും, ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരണം. ആ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് വാഴയിലയിലേക്ക് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് കുമ്പിളപ്പമാണ്. കുമ്പിളപ്പത്തിൻ്റെ കൂട്ട് രണ്ടും സെയിമാണ്. ചക്കയടയും കുമ്പിളപ്പവും ഒക്കെ ഒന്ന് തന്നെയാണ്. എനിക്ക് വഴനയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാഴയിലയിൽ പരത്തിയെടുത്തിരിക്കുന്നത്. ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഇതിന് നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കറുവാപ്പട്ടയുടെ ഇല ഒരെണ്ണം എടുത്ത് നമ്മളത് ആവി കയറ്റുന്ന സമയത്ത് ആ വെള്ളത്തിലിട്ട് വയ്ക്കും. കൂടുതലിടരുത്, ഒരൊറ്റ ഇടാവുള്ളേ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തുന്ന ചുവയായിപ്പോവും. അപ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി. ഒരു കറുവാപ്പട്ടയുടെ ഇലയും കൂടി ഇട്ട് ഇത് ആവി കയറ്റിയെടുക്കുക. അതിപ്പം നല്ല രുചികരമായ ചക്ക അട നമുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ചക്ക ഇതുപോലെ വഴറ്റി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.